സമ്മിശ്ര കർഷകനും വിദേശ വ്യവസായിയുമായ കടവലൂർ പഞ്ചായത്തിലെ ഫാൽക്കൺ മുഹമ്മദ് ഉണ്ണിയുടെ ഫാമും കൃഷിയിടവും മുൻ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് സന്ദർശിച്ചു. CPMന്റെ സംയോജിത കൃഷി വീടുകളിലേക്ക് എന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിനെത്തിയപ്പോഴാണ് അദ്ദേഹം പെരുമ്പിലാവിലുള്ള മുഹമ്മദ് ഉണ്ണിയുടെ ഫാമിലും സന്ദർശനം നടത്തിയത്. തികച്ചും ജൈവരീതിയിൽ പ്രവർത്തിക്കുന്ന ഫാമും കൃഷിയിടവുമാണ് മുഹമ്മദ് ഉണ്ണിയുടേത്. കാസർഗോഡ് കുള്ളൻ മുതൽ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത പശുക്കളടക്കം ഫാമിലുണ്ട്. ഇതിനു പുറമെ പ്രത്യേക ഇനത്തിലുള്ള ആടുകൾ, കോഴികൾ എന്നിവയെയും വളർത്തുന്നു. ഇവയ്ക്കെല്ലാം വേണ്ടിവരുന്ന തീറ്റയും ഇവിടെ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഫലവൃക്ഷങ്ങളുടെ വലിയ തോട്ടം, നാണ്യവിളകൾ, മത്സ്യക്കുളം, അപൂർവ ഇനം പുഷ്പലതാദികൾ എന്നിവയെല്ലാം മുഹമ്മദ് ഉണ്ണിയുടെ സമ്മിശ്ര കൃഷിയിടത്തിൽ സുലഭമാണ്. ഇവയെല്ലാം സംരക്ഷിക്കുന്ന രീതിയെക്കുറിച്ചും കൃഷിയോടുള്ള താൽപര്യത്തെപ്പറ്റിയും അദ്ദേഹം സന്ദർശകർക്ക് വിശദീകരിച്ചു നൽകി. കൃഷി ആനന്ദവും ആകർഷണവും നൽകുന്ന വലിയൊരു പ്രവർത്തനമാണെന്നും മുഹമ്മദ് ഉണ്ണിയെ പോലെയുള്ളവർ ലാഭം മാത്രം പ്രതീക്ഷിച്ച് ചെയ്യുന്ന പ്രവൃത്തിയല്ല കൃഷിയെന്നും ഒരിക്കലും കൃഷി നഷ്ടമാവില്ലെന്നും ഫാം സന്ദർശിച്ച ശേഷം ഡോക്ടർ തോമസ് ഐസക് CCTVയോട് പറഞ്ഞു. വെറൈറ്റിയാണ്. എല്ലാത്തരം ഫലവൃക്ഷങ്ങൾ, എല്ലാത്തരം മാവുകൾ, പലജാതി കൃഷികൾ, ഇതെല്ലാം ഒരുമിച്ച് കാണാൻ പറ്റുന്നൊരു പ്രദർശനത്തോട്ടം എന്ന് പറയാം. ഞാൻ ചോദിക്കായിരുന്നു ഇതിൻ്റെ ലാഭം എന്താണ്. എനിക്ക് തോന്നുന്നില്ല ഇത് ഭയങ്കര ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതാണെന്ന്. ഇത് കക്ഷിക്ക് വലിയ രസമാണെന്ന് എനിക്ക് തോന്നിയത്. അത് തന്നെ സന്തോഷം. പക്ഷേ നഷ്ടമൊന്നുമല്ല, കൃഷി നഷ്ടമല്ല. വളരെ ആകർഷണവും ആനന്ദവും നൽകുന്ന ഒരു വലിയ പ്രവർത്തനമാണ്. വ്യവസായങ്ങൾക്കൊപ്പം കാർഷിക സംസ്കാരം കൂടി ചേർത്ത് പിടിക്കുന്ന മുഹമ്മദ് ഉണ്ണിയെ അദ്ദേഹം അഭിനന്ദിച്ചു. MLA AC മൊയ്തീൻ, CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി കൊച്ചനിയൻ, കേരള ബാങ്ക് ബോർഡ് മെമ്പർ M ബാലാജി, മുഹമ്മദ് ഹാഷിം എന്നിവരും ഫാം സന്ദർശിക്കാൻ തോമസ് ഐസക്കിനൊപ്പം ഉണ്ടായിരുന്നു. ചായ സൽക്കാരവും കഴിഞ്ഞാണ് തോമസ് ഐസക് മടങ്ങിയത്.